ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് കമ്പനി ബോർഡ് LGS എങ്ങനെ നേടാം എന്നാണ്. അത് തുടക്കക്കാർക്കും കമ്പനി ബോർഡ് LGS വളരെ എളുപ്പത്തിൽ നേടാവുന്നതാണ്. അപ്പോൾ നമ്മൾ PSC ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിലും കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം വിളിച്ചതുകൊണ്ട് അതിൻ്റെ സിലബസ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ മുന്നേ എക്സാമുകളൊക്കെ എഴുതിയിട്ടുള്ളവരാണ് LGS ടൈപ്പ് എഴുതിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സിലബസിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാകും. നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ ഈ സിലബസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ സ്റ്റഡി റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിലോ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലും നമ്മളിതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ടോപ്പിക്ക് വൈസ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് റാങ്ക് ഫയലുകൾ യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. അതിനകത്തൊക്കെയും ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും നമുക്ക് ഓരോ ടോപ്പിക്ക് വൈസ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ടീം ലക്ഷ്യയുടെ ആണെങ്കിലും അതുപോലെ ടാലൻറ്റിൻ്റെ ആണെങ്കിലും ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സൈലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വോക്കാബ്സിപീഡിയ, അതേപോലെ സ്റ്റൈക്കർ PSC എന്ന് പറയുന്ന ചാനൽ, ഇവരൊക്കെ LGSൻ്റെ ക്ലാസ്സുകൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ നല്ല ക്ലാസ്സുകളാണ്. അത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഈ പോർഷൻസൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ടോപ്പിക് വൈസ് നന്നായിട്ടും വായിച്ച് നോക്കാനും മനസ്സിലാക്കാനും പറ്റും. പിന്നെ തൊഴിൽ വീഥി, പിന്നെ PSC ബുള്ളറ്റിൻ, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ PYQs ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. PYQs ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കവർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ LGSൻ്റെ റാങ്ക് ഫയൽ ടാലൻറ്റും അതേപോലെ തന്നെ ലക്ഷ്യയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ലക്ഷ്യയുടെ വരുന്നത് 725, ടാലൻറ്റിൻ്റെ 790. പിന്നെ SCRT പഠിക്കാൻ PSC പള്ളിക്കൂടം എന്ന് പറയുന്ന ബുക്ക്, അത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ടാലൻറ്റിൻ്റെ SCRT അറിവിടം എന്ന് പറയുന്നൊരു സീരീസ് ഇറക്കിയിട്ടുണ്ട് ബുക്ക്, അതും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ റാങ്ക് ഫയൽ വാങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ലക്ഷ്യയോ ടാലൻറ്റോ ഒക്കെ വാങ്ങിക്കുന്നത് നന്നായിരിക്കും. SCRT പഠിക്കാനാണെങ്കിലും പള്ളിക്കൂടമോ അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ SCRT അറിവിടം എന്ന് പറഞ്ഞിട്ടുള്ളതും നന്നതാണ്. പിന്നെ PYQs പഠിക്കാൻ നമുക്ക് പ്രയാണം ഇന്നലകളിലൂടെ വോക്കാബ്സ്പീഡിയ എന്ന ടെലിഗ്രാം ചാനൽസിൽ നിന്ന് PYQs കിട്ടുന്നതാണ്. വോക്കാബ്സ്പീഡിയയിൽ SCRT പഠിക്കാൻ നമുക്ക് ഹെർക്കാഡ് PSC പിന്നെ സമഗ്രയുടെ സൈറ്റും യൂസ് ചെയ്യാവുന്നതാണ്. സമഗ്രയുടെ സൈറ്റിൽ നമുക്കെല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PDF അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. പിന്നെ ഹെർക്കാഡ് PSCയിലാണെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ PYQs കിട്ടുന്ന ഒരുപാട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വോക്കാബ്സ്പീഡിയയിലും പ്രയാണം ഇന്നലകളിലൂടെയും പിന്നെ അതുപോലെ PSC മാസ്റ്റർ അങ്ങനെ ഒരുപാട് ടെലിഗ്രാം ചാനൽസിൽ PYQs കിട്ടും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ PYQസിൻ്റെ ബുക്കാണെങ്കിലും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യയുടെ ബുക്സ് PYQസിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ വേറെ PYQസിൻ്റെ ബുക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് PYQs ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സിലബസ് വരുന്നത് പൊതുവിജ്ഞാനം 40 മാർക്കിന്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനുണ്ട്, സയൻസ് 10 മാർക്ക്, പിന്നെ പൊതുജനാരോഗ്യം അതിനകത്ത് 10 മാർക്ക്, പിന്നെ നമ്മുടെ മാത്സ് അത് വരുന്നത് 20 മാർക്കിനാണ്. അപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എക്കണോമിക്സ് വരുന്നില്ലെന്നെങ്കിലും അതിനകത്ത് പഞ്ചവത്സര പദ്ധതി, പിന്നെ സാമ്പത്തിക മേഖല പുരോഗതി ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഭരണഘടന പൗരൻ്റെ കടമകൾ എന്ന രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ കേരളത്തിലാണെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ, കായലുകൾ, നദികൾ, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. പിന്നെ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ആനുകാലിക വിഷയങ്ങൾ നമുക്കിപ്പോൾ കറണ്ട് അഫെയർസ് 20 മാർക്കിനുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് പഠിക്കണം. പിന്നെ ബയോളജി ആണെങ്കിൽ നന്നായിട്ട് പഠിക്കണം. പിന്നെ ഫിസിക്സ് കെമിസ്ട്രിയും കൂടി 5 മാർക്കിന് രണ്ടും കൂടി
ചേർത്താണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതും പഠിക്കണം. അതിനായിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് വേറെ സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മാത്സിലും വളരെ സിമ്പിളായിട്ടുള്ള മാത്സ് ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതും കുറച്ചെണ്ണം ഉള്ളൂ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ പോലെ ഒന്നുമില്ല. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അതും പഠിക്കാം. സിമ്പിളായിട്ടുള്ള മാത്സ് ആയിരിക്കുമല്ലോ വരുന്നത്. പിന്നെ ശ്രേണികൾ, അങ്ങനത്തെ കുറച്ച് സിമ്പിൾ മാത്സാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് PYQs ചെയ്ത് പഠിക്കാം. നമ്മുടെ SCERT ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാം, LGSന് ആവശ്യമായത്. പിന്നെ കറണ്ട് അഫയേഴ്സൊക്കെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.